എല്ലാവർക്കും നമസ്തേ. വീണ്ടും ഒരു ഓണക്കാലമെത്തി. ഇപ്പോൾ നാടുനീളെ നോക്കിയാൽ എവിടെ നോക്കിയാലും സമ്മാന പെരുമഴയുടെ ബഹളമാണ് ഉള്ളത്. ഒരു പെട്ടിക്കടക്കാരനാണെന്നുണ്ടെങ്കിലും അവൻ്റെ അവിടെ വന്ന് സാധനം മേടിക്കുന്ന, ഒരു സേർട്ട് മേടിക്കുകയോ മുറുക്കാൻ മേടിക്കുകയോ ചെയ്യുന്ന ആളിന് ഒന്നാം സമ്മാനം ഒരാനയെ കൊടുക്കും, അത് നറുക്കിട്ട് ഒരാനയെ കൊടുക്കും എന്ന് വരെ പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ഇത് വിശ്വസിക്കാനും ആൾക്കാരുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ രസകരമായിട്ടുള്ള കാര്യം. ഇത് പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, നാടുനീളെയുള്ള ഓരോ കച്ചവടക്കാർ അവരുടെ കച്ചവടം കൂട്ടാൻ വേണ്ടി ജനങ്ങളെ പറ്റിക്കുന്ന കാര്യം, സാധാരണക്കാരനെ പറ്റിക്കാൻ വേണ്ടി ഓരോ സമ്മാന പദ്ധതികളുമായിട്ട് രംഗത്തിറങ്ങുന്നതിനെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. ഇവർ പറയുന്നത് എന്താണ്? ഒന്നാം സമ്മാനം ഒരു കടക്കാരൻ പറയുകയാണ്. വേറൊരു കാര്യമുണ്ട്, മൈജി അല്ലെങ്കിൽ ഓക്സിജൻ, നന്ദിലത്ത് ജിമാർട്ട് ഇതേപോലുള്ള കടകൾ അവർ സമ്മാനം പ്രഖ്യാപിച്ചാൽ അത് കൊടുക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, പത്രങ്ങളിൽ വാർത്ത വരാറുമുണ്ട്. പക്ഷേ അല്ലാതുള്ള എത്രയോ കടകൾ ഇങ്ങനെ നമ്മളെ പറ്റിക്കുന്നത് നമ്മളാരെങ്കിലും ശ്രദ്ധിക്കാറുണ്ടോ? ഇത് കാണാറുണ്ടോ? ഈ സമ്മാനങ്ങൾ വല്ലതും ആർക്കെങ്കിലും കൊടുക്കുന്നത്? ഇല്ല, കൊടുക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചിലർ പറയും ഒന്നാം സമ്മാനം ഒരു TV, രണ്ടാം സമ്മാനം ഒരു വാഷിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞ് ആയിരിക്കും പരസ്യം കാണുന്നത്. ഇന്നത്തെ കാലത്ത് 5000 രൂപ തൊട്ട് TV കച്ചവടക്കാർക്ക് കിട്ടും. അതായത് ഡീലർ പ്രൈസിൽ 5000 രൂപയ്ക്ക് താഴെയും കിട്ടുന്ന TVകളുണ്ട്, 10,000-6,000 രൂപയ്ക്ക് കിട്ടുന്ന വാഷിംഗ് മെഷീനും ഒക്കെ നമ്മൾക്ക് കാണാം. അതിൽ MRP ഒക്കെ 10,000, 30,000, 40,000 ഒക്കെ ആയിരിക്കും അടിക്കുന്നത്, അല്ലെങ്കിൽ 10,000, 25,000 രൂപയൊക്കെ അടിക്കും. ഇങ്ങനെയുള്ളത് എടുത്തു വെച്ചിട്ട് ഒരു കെട്ടിപ്പൊതിഞ്ഞൊരു റിബണുമൊക്കെ കെട്ടി കൊണ്ട് പ്രദർശിപ്പിക്കും. എന്നിട്ട് പറയും ഇതേപോലെ ഇത്രാം തീയതി നറുക്കെടുപ്പുണ്ട്. അത് രാത്രി സമയമായിരിക്കും നറുക്കെടുപ്പൊക്കെ വെക്കുന്നത്. കാരണം ഇവിടെ വന്ന് മേടിക്കുന്ന ആൾക്കാർ അല്പം ദൂരെയുള്ളവരാണെന്നുണ്ടെങ്കിൽ രാത്രി വരാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ പങ്കെടുക്കത്തില്ല. എന്നിട്ട് എന്താണ് പിറ്റേ ദിവസം വിളിച്ചു ചോദിച്ചാൽ പറയും, ഓ നിങ്ങൾക്കല്ല അടിച്ചത്, വേറെ അടിച്ചതെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ വിശ്വസിക്കും. ആരും ഇവിടെ വന്ന് തിരക്കാറില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരം സാഹചര്യങ്ങൾ മുതലെടുത്താണ് ഈ വിദ്വാന്മാരെല്ലാം ഈ സമ്മാന പെരുമഴയുമായിട്ട് ഓണക്കാലത്ത് രംഗത്ത് ഇറങ്ങുന്നത്. ഇതിനിടയ്ക്ക് ചെറിയ ഗിമ്മിക്കുകൾ കാണിക്കും, ചെറിയ തട്ടിപ്പുകൾ മറയ്ക്കാൻ വേണ്ടി. എന്താണ് ചെയ്യുന്നത്? ഒരു സാധനം മേടിച്ചാൽ 10-100 രൂപയ്ക്ക് അവർക്ക് കിട്ടുന്നത്, അതിൽ അടിച്ചേക്കുന്ന ചിലപ്പോൾ 1000 ആയിരിക്കും, 500 ആയിരിക്കും. അന്നേരം അവിടെ വെച്ചൊന്ന് ചുരണ്ടുക, ആണ് നിങ്ങൾക്കിത് അടിച്ചിട്ടുണ്ട്, ഇത് തരിക എന്നും പറഞ്ഞ് അത് കൊടുക്കും. ഇതെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതെടുത്ത് വാട്സാപ്പിലും എല്ലാം അങ്ങ് എടുത്തിടും. സാധാരണ ആളുകൾ അവിടെ ചെന്ന് സാധനം മേടിച്ചു, ചുരണ്ടിയപ്പം ഒരു സമ്മാനം കിട്ടി, ദാണ്ട് വാട്സാപ്പിൽ കാണും. പക്ഷേ ഇവരൊന്നും ഒന്നാം സമ്മാനം കൊടുത്തതായിട്ട് ഇന്ന് വരെ ഒരു വാട്സാപ്പിലോ ഫേസ്ബുക്കിലോ ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. മറ്റുള്ളതൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണുന്നു. ഒന്നാം സമ്മാനമായിട്ട്, രണ്ടാം സമ്മാനമായിട്ട് ഇച്ചിരി വിലപിടിപ്പുള്ള അവർ TVയോ വാഷിംഗ് മെഷീനോ ഇതുപോലുള്ള കാര്യങ്ങൾ ഇത് വെക്കുന്നത്. ചിലർ പറയും വിദേശത്തേക്കുള്ള അല്ലെങ്കിൽ രാജ്യതലസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഷിംല ഇവിടോട്ടൊക്കെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് ചിലവ് 2-3 ദിവസം നിങ്ങൾക്ക് തങ്ങാനുള്ള ഇത് എല്ലാം ഞങ്ങൾ ചെയ്യും. പക്ഷേ ഇതൊക്കെ ആർക്കെങ്കിലും ലഭിച്ചതായിട്ടോ ആരെയും കൊണ്ടുപോയിട്ടുള്ളതായിട്ടോ ഒരിടത്തും ഇവരൊന്നും ഫേസ്ബുക്കിലൊന്നും പോസ്റ്റ് ചെയ്ത് നമ്മൾ കണ്ടിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇതൊന്നും കൊടുക്കാറില്ല എന്നുള്ളതാണ് അർത്ഥം. മറ്റുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളൊക്കെ 10, 100, 500 രൂപയ്ക്ക് താഴെയുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ 1000, 1500 രൂപയ്ക്കൊക്കെ ഉള്ളിൽ നിൽക്കുന്നതൊക്കെ അവർ അപൂർവമായിട്ട് കൊടുത്തെന്നിരിക്കും. ഇന്നത്തെ കാലത്ത് ഒരു മിക്സി ആണെങ്കിലും ഇപ്പം കച്ചവടക്കാർക്ക് ഡീലർ പ്രൈസിൽ 2,000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്ന മിക്സി ചില കമ്പനികളുടേതുണ്ട്. അതും വലിയ ബ്രാൻഡഡ് ആയിരിക്കത്തില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ചില ലോക്കൽ കമ്പനികളുടെ, അതായത് നമ്മുടെ ഇംബെക്സ് പോലുള്ള കമ്പനികളുടെ ഈ മിക്സികളൊക്കെ ഏറ്റവും കുറഞ്ഞതൊക്കെ 2,000 രൂപയ്ക്കുള്ളിൽ കിട്ടുന്നതൊക്കെ
അപൂർവമായിട്ട് കൊടുത്തെന്നിരിക്കും. അല്ലാതെ വരുന്ന 10 1000 രൂപയുടെ സാധനം കൊടുത്താലായി എന്നുള്ളതല്ലാതെ പിന്നെ 10 200 150 200 രൂപയുടെയൊക്കെ സാധനങ്ങൾ അന്നേരം ചുരണ്ടിയൊക്കെ ആളുകൾക്ക് കൊടുക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് ഈ 1000 രൂപയ്ക്ക് അതിൽ എഴുതിയിരിക്കുന്നത് 200 രൂപയ്ക്കായിരിക്കും ചിലപ്പോൾ ഇവർക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ 150 രൂപയ്ക്ക് ആയിരിക്കും കിട്ടുന്നത്. അത് കൊടുത്തു കഴിയുമ്പോൾ ആളുകൾ നോക്കുമ്പോൾ 1000 രൂപയുടെ സാധനം, ഞാൻ മേടിച്ചതോ 200 രൂപയുടെ സാധനം മേടിച്ചപ്പോൾ എനിക്ക് 1000 രൂപയുടെയാണ് സമ്മാനം കിട്ടിയത് എന്ന് ആളുകൾ ചിന്തിക്കും. അത് നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ചിന്താഗതിയാണ്. പക്ഷേ ഇതിന് പിന്നിൽ നടക്കുന്നത് ഇതാണെന്ന് ആരും മനസ്സിലാക്കത്തില്ല. എന്നാൽ പിന്നീട് എനിക്ക് ഇവിടുന്ന് ഒരു കൂപ്പൺ കിട്ടി, അതിൻ്റെ ഓണത്തിന് അത് അടിച്ച് ആർക്കാണ്, ഇതിന് വല്ലതും ഉണ്ടോയെന്ന് വന്ന് തിരക്കത്തുമില്ല. വിളിച്ച് ചോദിക്കുമ്പോൾ പറയും അത് വേറെ അടിച്ച് നിങ്ങളുടെ ഇതിന് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ നമ്മൾ അത് സമാധാനമായിട്ട് ഇരിക്കും. പക്ഷെ അന്നേരം രസമായിരിക്കത്തില്ല, ഈ വിളിച്ച് ചോദിക്കുന്ന ആളിനായിരിക്കും അടിച്ചിരിക്കുന്നത്. അവർ ചോദിക്കുമ്പോൾ പറയും ഇല്ല എന്ന് പറയും. ഇത് ഞാൻ തമാശയ്ക്കോ അല്ലെങ്കിൽ ഒരു വാർത്ത സൃഷ്ടിക്കാനോ വേണ്ടി പറയുന്നതല്ല. എനിക്ക് പൂർണ്ണമായിട്ട് ബോധ്യമുള്ള 2-3 സംഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനിത് ഈ കാര്യം പറയുന്നത്. ഇങ്ങനെ അടിച്ചിട്ടുള്ളവർക്ക് കൊടുക്കാതെ അവരെ വിളിച്ചറിയിക്കുമെന്ന് പറഞ്ഞിട്ട് വിളിച്ചറിയിക്കാതെ കൊടുക്കാതിരിക്കുന്ന പല സംഭവങ്ങളും എനിക്കറിയാം. കാരണം ഞാനൊരു മാധ്യമപ്രവർത്തകനായതുകൊണ്ട് പല രീതിയിലും നമുക്ക് ബന്ധങ്ങളുള്ളത് മനസ്സിലാക്കുക. ആ ഒരു പൂർണ്ണ ബോധ്യം കൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ആളുകളെ പറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനൊരു കട നടത്തുന്നു, ഞാൻ ഓണത്തിന് കച്ചവടമൊക്കെ നടത്തി എനിക്ക് പറ്റുന്നത് എൻ്റെ ഉപഭോക്താക്കളിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവർ ജീവിക്കട്ടെ എന്ന് വെച്ച് ഒരു ആടിനെ മേടിച്ച് എനിക്ക് കൊടുക്കാം എന്ന് വിചാരിക്കുക. പക്ഷേ ഞാൻ എന്താണ് ഈ പരസ്യം ചെയ്യുന്നത്? ഇവിടെ വന്ന് മേടിക്കുന്നവർക്ക് ഞാനൊരു കൂപ്പൺ തരും. ആ കൂപ്പൺ അവിടെ വെച്ച് ചുരണ്ടുമ്പോൾ അന്നേരം തന്നെ നിങ്ങൾക്ക് ഒരു സമ്മാനം, ഈ ചുരണ്ടുന്ന സമ്മാനം, അതിനകത്ത് ചിലപ്പോൾ ഒരു കുഴിയാനയായിരിക്കും ചുരണ്ടുമ്പോൾ കിട്ടുന്നത്. ഞാൻ ആ കുഴിയാനെ അങ്ങ് കൊടുക്കും. അപ്പോൾ അടുത്ത ഇരിക്കുന്ന ബമ്പർ സമ്മാനവും ആന. അപ്പോൾ ഈ കുഴിയാനെ മേടിച്ചുകൊണ്ട് സന്തോഷമായിട്ട് ഞാൻ പോവും. വീട്ടിൽ ചെന്നിരിക്കും. ഈ നറുക്കെടുപ്പിൻ്റെ കാര്യം ചോദിക്കുമ്പോൾ പറയും അത് രാത്രിയിലാണ്, ഇത്ര മണി കഴിഞ്ഞിട്ട്, ഇന്ന് രാത്രി ഇത്ര മണി വരെ ഉള്ള കച്ചവടം നടക്കുന്നത് ആ ബില്ലിന് കാർക്ക് ഇത് ചെയ്യുന്നതുകൊണ്ട് അതിന് ശേഷമേ നടക്കത്തുള്ളൂ. ശരി ആട്ടെന്നും പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് കൂപ്പൺ മേടിച്ച ആളങ്ങ് പോകും. എനിക്ക് എന്തായാലും പോകാൻ പറ്റത്തില്ല, അടിച്ചാൽ എന്നെ വിളിച്ചറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, അന്നേരം ചെന്ന് മേടിക്കാം എന്നും പറഞ്ഞ് ആളുകൾ അവിടെ വീട്ടിൽ കുത്തിയിരിക്കും. കഷ്ടകാലത്തിന് ഈ അടിക്കുന്ന ഇങ്ങനെയുള്ള കക്ഷികൾക്കായിരിക്കും പിറ്റേ ദിവസം രാവിലെ എണീച്ചിട്ട് അതിനകത്ത് നിന്ന് എടുത്തിട്ട്, ആ ബില്ലിൽ നിന്ന് എടുത്തിട്ട്, അല്ലെങ്കിൽ കൂപ്പണിനകത്ത് നിന്ന് ഫോൺ നമ്പർ എടുത്ത് വിളിച്ചിട്ട് ഇന്നലെ എല്ലാവരും നറുക്കെടുപ്പ് ആയിരുന്നു, എങ്ങനെ ഉണ്ടായിരുന്നു, നല്ല പരിപാടിയായിരുന്നു, ഞങ്ങൾ ഗാനമേള ഉണ്ടായിരുന്നു, നിങ്ങളുടെ ബമ്പർ പരിപാടിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പം എനിക്ക് വല്ല സമ്മാനമുണ്ടോ? അപ്പോൾ പറയാം നോക്കട്ടെ, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എടുത്ത് നോക്കിയിട്ട്, പക്ഷേ ആദ്യം കിടക്കുന്ന ബമ്പർ സമ്മാനം പുള്ളിയുടെ പേരായിരിക്കും. അപ്പോൾ അയ്യോ നിങ്ങൾക്കല്ലല്ലോ അടിച്ചത്, നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ലല്ലോ. ഇത് കേട്ട് കഴിയുമ്പോൾ എന്ത് കൊടുക്കും? സമാധാനമായിട്ട് അങ്ങിരിക്കും. എന്നാൽ പിറ്റേ ദിവസം ആ കടയിൽ വന്നിട്ട് നിങ്ങളുടെ ആ ലിസ്റ്റ് ഒന്ന് കാണിച്ച് എനിക്ക് വല്ലതും ഉണ്ടോ നോക്കട്ടെ എന്ന് പറഞ്ഞ് ആരും വന്ന് നോക്കാത്തതാണ് ഈ കച്ചവടക്കാർ, ഈ കൊച്ചു കൊച്ചു കച്ചവടക്കാർ. ഞാൻ മൈജിയുടെയോ ഗോപുനന്ദിലത്ത് അതുപോലുള്ള വലിയ കച്ചവടക്കാരെയല്ല പറയുന്നത്, അവരൊക്കെ കൊടുക്കുക നമ്മൾ കാണുന്നതാണ്. അല്ലാതുള്ള ഇടത്തരം കച്ചവടക്കാരും ചെറുകിട കച്ചവടക്കാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഒരിക്കലും നമ്മൾ ഒരു കൂപ്പൺ ഒരിടത്തുനിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ ആ കടയിൽ ഈ നറുക്കെടുപ്പ് എന്നാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ചെന്നിട്ട് പറയുക, നിങ്ങൾ നറുക്കെടുത്തതിൻ്റെ ആ ലിസ്റ്റ് നിങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടല്ലോ, ആ ലിസ്റ്റ് എനിക്ക് കാണണം എന്ന് പറയുക. അത് തന്നെയല്ല, ഇത് അടിച്ചു കഴിഞ്ഞാൽ ഇത് വേറെ ലിസ്റ്റ് ഇവർ ഉണ്ടാക്കി വെക്കാനും പറ്റും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ആരെങ്കിലും ചെല്ലും എന്നുള്ളത് വെച്ചിട്ട് വേറെ ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ തീർന്നു പോയി.
അതിന് പകരം ചെയ്യേണ്ടത് ഒന്നുകിൽ നറുക്കെടുപ്പ് സമയത്ത് ആ സ്ഥാനത്ത് നിൽക്കുക, ആ സ്ഥലത്ത് നിൽക്കുക, ആ സ്ഥാപനത്തിൽ വരുവാൻ ശ്രമിക്കുക. അല്ല എന്നുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിനടുത്ത് ആരെങ്കിലും പരിചയക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒന്ന് ഏർപ്പാട് ചെയ്യുക. ഇന്ന പോലെ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞ് ഏർപ്പാട് ചെയ്യുക. അല്ലാതെ നമ്മൾ നോക്കുമ്പോൾ പൊതിഞ്ഞൊക്കെ ഒരു ടി വി ആണെങ്കിൽ ടി വി, അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ ആണെങ്കിൽ അതിൻ്റെ ഒരു പാക്കിങ് കൊണ്ടുവച്ചിട്ട് അതേ റിബണും ഒക്കെ കെട്ടി ഒന്നാം സമ്മാനം എന്നൊക്കെ ഒരു ഇത് ഒക്കെ വെച്ചിട്ട് ഒരു പിൻ ചെയ്ത് വെക്കും. ഇത് കഴിയുമ്പോൾ എന്ത് കൊടുക്കുമെന്നറിയോ, ഇതങ്ങോട്ട് അതുപോലെ തിരിച്ച് കൊണ്ടുവച്ചിട്ട് ഈ റിബണും അഴിച്ച് മാറ്റും. ആ പിൻ ചെയ്ത് വെച്ചേക്കുന്ന ഒന്നാം സമ്മാനം എന്നല്ല ബെമ്പർ സമ്മാനം ഒന്ന് ഒട്ടിച്ച് വെച്ചേക്കുന്നതൊക്കെ അങ്ങോട്ട് മാറ്റും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇത്തരക്കാർ സമ്മാനം കൊടുക്കുക. അതെങ്ങനെയാണെന്നറിയോ, ഇപ്പം ഈ വ്ളോഗർമാർ ഒരുപാടുണ്ട്. ഒരു സ്ഥാപനത്തിൻ്റെ കച്ചവടം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവർ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. എന്നിട്ട് ഫേസ്ബുക്കിൽ കൂടെയൊക്കെ ഇത് പോസ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഈ 10,000 10,000 ലക്ഷങ്ങളും ഇത് കണ്ടു കഴിയുമ്പോൾ അതിൽ നിന്നൊരു വരുമാനം കിട്ടും. അത് മിക്കവാറും ആ സ്ഥാപനത്തിൻ്റെ പേരിലുള്ള പേജിലായിരിക്കും അവർ ചെയ്യുന്നത്. അതിൽ നിന്നൊരു വരുമാനം കിട്ടുമ്പോൾ എന്തോ എടുക്കുന്നറിയാം, അത് വെച്ചിട്ട് വല്ല ഒരു മൊബൈലോ വല്ലതും അവർക്ക് സമ്മാനം കൊടുത്തിട്ട് അതും എടുത്തിട്ട് ഈ ബ്ലോഗർമാർക്കായിരിക്കും കൊടുക്കുന്നത്. എന്നിട്ട് ചിലർ പറയും, ഞാൻ ഒരെണ്ണം മേടിക്കാൻ വന്നു, ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ ലാഭവും സമ്മാനവും കണ്ടുകൊണ്ട് ഞാൻ ഒന്നുകൂടെ അങ്ങ് മേടിക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ കൊണ്ട്, ഈ ബ്ലോഗർമാരെ കൊണ്ടും അല്ലെങ്കിൽ സുഹൃത്തുക്കളെ കൊണ്ടുമൊക്കെ വീഡിയോ ഉണ്ടാക്കിച്ച് അതും പോസ്റ്റ് ചെയ്യുന്നത് നമ്മൾ കണ്ടുവരുന്നതാണ്. പക്ഷെ അവർ ഇത് മേടിക്കുന്നതുമായിരിക്കത്തില്ല, അവിടെ ഇരിക്കുന്ന സാധനം എടുത്ത് കൈ കൊടുത്തിട്ടായിരിക്കും ഇത് പറയുന്നതെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കത്തില്ല. പല തരത്തിലുള്ള തട്ടിപ്പുകളാണ് ഓണക്കാലത്ത് കച്ചവടം നടത്താൻ വേണ്ടി ഈ ഇടത്തരം കച്ചവടക്കാരും ചെറിയ കച്ചവടക്കാരും സമ്മാന പദ്ധതി പ്രഖ്യാപിക്കുന്നവർ നടത്തുന്നത് എന്നുള്ള കാര്യം ഈ ജനങ്ങൾക്ക് പലർക്കും അറിയില്ല. ഈ പരസ്യത്തിൽ വിശ്വസിച്ച്, അതും വലിയ ത്തിലുള്ള നോട്ടീസും ഒക്കെ അങ്ങോട്ട് അടിച്ചിറക്കും. എന്നിട്ട് ഏറ്റവും രസകരം, ഈ നോട്ടീസ് അടിക്കാൻ ചിലവാകുന്നതോ അല്ലെ പരസ്യത്തിന് വേണ്ടി ചിലവാകുന്നതോ അതിൻ്റെ ഉള്ള ചിലവെന്ന് പറയുന്നതിന് തന്നെ ഉപഭോക്താക്കളിൽ നിന്ന് തന്നെ, ഈ ഉൽപ്പന്നത്തിൻ്റെ വിലയിൽ നിന്ന് തന്നെയാണ് ഇവർ ഈടാക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു സ്ഥാപനം 10,000 20,000 രൂപ മുടക്കി ഇതേപോലെ നോട്ടീസ് അടിച്ചു വന്നിരിക്കട്ടെ. ഈ 20,000 രൂപ ആ കച്ചവട സ്ഥാപനത്തിൽ വിൽക്കുന്ന ഒരു ഉൽപ്പന്നത്തിൽ അവർക്ക് കുറച്ച് കൊടുക്കാമല്ലോ. അതല്ലേ ഏറ്റവും വലിയ സഹായം. ഉദാഹരണത്തിന് ഇപ്പോൾ 20,000 രൂപ ചിലവാകും. ഒരു 100 സാധനം ഞാൻ വിൽക്കാൻ തീരുമാനിച്ചു. ഈ 20,000 ഈ ചിലവാക്കാൻ പോകുന്ന 20,000 100 ഭാഗമാക്കിക്കൊണ്ട് അതിലൊരു ഭാഗം ഇതിൽ നമ്മൾക്ക് കുറച്ച് കൊടുക്കരുത് ഉപഭോക്താക്കൾക്ക്. അതല്ലേ അവർക്ക് പ്രയോജനപ്പെടുന്നത്. അല്ലാതെ ഇതേപോലെ കൊടുക്കാത്ത കാര്യത്തിൽ തട്ടിപ്പും തരികളും നടത്തി പരസ്യം നടത്തി ആളുകളെ പറ്റിച്ച് സ്വന്തം കീശ വീർപ്പിക്കുന്ന പരിപാടി ഈ കച്ചവടക്കാർക്ക് നിർത്തുന്നതല്ലേ നല്ലത്. ഗോപുനന്ദിലത്തിനോ അല്ലെന്നുണ്ടെങ്കിൽ പിട്ടാപ്പള്ളി, ഓക്സിജൻ ഇതുപോലുള്ളവർക്ക് ഇത് നടത്താൻ കഴിയും. എന്ന് വെച്ചാൽ അവർ 1 2 സാധനങ്ങൾ അല്ല അവർ മേടിക്കുക, അല്ലെങ്കിൽ 10 സാധനങ്ങളല്ല ഒരു കമ്പനിയിൽ നിന്ന് മേടിക്കുന്നത്. ഉദാഹരണത്തിന് ഒരു ടി വി ഇവർ മേടിക്കുന്നത് 100 കണക്കിന് 1000 കണക്കിന് ടി വി അവർ മേടിക്കും. അവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി കടകളിലുണ്ട്. അവിടത്തേക്ക് വേണ്ടി ഒരുമിച്ച് മേടിച്ച് കഴിയുമ്പോൾ ഈ നമ്മൾ ഒരു സാധനം മേടിക്കുന്ന ക്വാണ്ടിറ്റിയുടെ അനുസരിച്ചായിരിക്കും നമ്മൾക്ക് കിട്ടുന്ന വിലക്കുറവ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ നേരത്തെ ഫോട്ടോ കോപ്പിയറിൻ്റെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നു. കോണിക്ക മിനോളുടെ ഇടയ്ക്ക് നടത്തിക്കൊണ്ടിരുന്നു. ഞാൻ ഒരുമിച്ച് 10 ഫോട്ടോ കോപ്പിയർ എടുത്താൽ എനിക്കൊരു ഫോട്ടോ കോപ്പിയർ സൗജന്യമാണ്, ഫ്രീ ആണ്. അതായത് ഒരു 10 ഫോട്ടോ കോപ്പിയർ ഒരുമിച്ച് മേടിച്ചാൽ 11 എണ്ണം, ആ 10 എണ്ണത്തിൻ്റെ വിലയ്ക്ക് 11 എണ്ണമാണ് ലഭിക്കുന്നത്. അതേസമയം അതൊരു 3 എണ്ണം മേടിച്ചാൽ കിട്ടത്തില്ല, 5 എണ്ണം മേടിച്ചാൽ കിട്ടത്തില്ല, 9 എണ്ണം മേടിച്ചാലും കിട്ടത്തില്ല. അപ്പം ഇതേപോലെ
അവർ ബിസിനസ് പ്രൊമോഷന് വേണ്ടി ഇതേപോലെ ഇൻസെൻറ്റീവ്സാണ് ഈ സ്ഥാപനങ്ങൾ കൊടുക്കുന്നത്. ഗോപു നന്ദിലത്തിനെ പോലുള്ള അവർക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി സ്ഥാപനങ്ങളുള്ളതുകൊണ്ട് അവർ ഒരുമിച്ച് ഈ 10 ഇടത്തേക്ക് 100 എണ്ണം വെച്ചാണ് എടുക്കുന്നതെന്നിരിക്കട്ടെ. ആ 10 ഇടത്തേക്ക് 100 എണ്ണം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1000 പീസ് ഒരുമിച്ചാണ് എടുക്കുന്നത്. അപ്പോൾ ഈ 10 എണ്ണം എടുക്കുമ്പോൾ കിട്ടുന്നതിൻ്റെ കൂട്ടായിരിക്കത്തില്ല 1000 എണ്ണം എടുക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്ക് സൗജന്യങ്ങൾ കൊടുക്കാം, സമ്മാനമായിട്ട് കൊടുക്കാം. അല്ലാതുള്ള സൈസ് ഒരു കടയൊക്കെ ആയിട്ടിരിക്കുന്ന കക്ഷികൾക്കൊന്നും ഇതേപോലുള്ള വലിയ വലിയ സമ്മാനങ്ങൾ കൊടുക്കാൻ അവർക്ക് കഴിയുകയില്ല. പിന്നെ ഏറ്റവും വില കുറഞ്ഞ ഇതേപോലെ TV 30,000 40,000 രൂപ MRP അടിച്ചിരിക്കുന്നത് കിട്ടുന്ന 10,000-5,000 രൂപയ്ക്ക് കിട്ടുന്ന ഈ ലോക്കൽ ബ്രാൻഡുകളുണ്ട്. അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം, പക്ഷേ കൊടുക്കത്തില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കേണ്ടത് ഉപഭോക്താക്കളാണ്. അവരെ ഇതേപോലുള്ള നല്ല രീതിയിലുള്ള കച്ചവടം നടക്കുന്ന പീക്ക് സമയങ്ങളിൽ, സീസണുകളിൽ ഇതേപോലെ തട്ടിപ്പും തരികിടയുമായിട്ട് കച്ചവടക്കാർ രംഗത്തിറങ്ങും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. വരയ്ക്കുമ്പോൾ കിട്ടുന്ന സാധനത്തിന് ഇത്ര വിലയേ ഉള്ളൂ എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുക. ഇതിൻ്റെ മനസ്സിലാക്കണം, ഒന്നീ ഭീമാപള്ളിയിലോ അല്ലെങ്കിൽ തിരൂരോ പോയി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ സാധനത്തിനൊക്കെ 10, 500 അല്ലെ 1000, 999 MRP ഇടുന്നതിനൊക്കെയുള്ള യഥാർത്ഥ വില അവിടെയൊക്കെ പോയാൽ നമ്മൾക്ക് മനസ്സിലാക്കാം. അതിനെക്കാട്ടിലും കുറച്ച് കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, അവിടെ നിന്നൊക്കെ ആയിരിക്കും ഇത്തരമൊക്കെ വരുത്തുന്നത്. അതുകൊണ്ട് ഉപഭോക്താക്കൾ സ്വയം ബോധവാന്മാരായിക്കൊണ്ട് ഇതേപോലുള്ള തട്ടിപ്പുകളിൽ ചെന്ന് ചാടാതിരിക്കുക. ചൂഷകർക്ക് തങ്ങളെ ചൂഷണം ചെയ്യാനുള്ള അവസരം നിങ്ങൾ തന്നെ ഉണ്ടാക്കി കൊടുക്കാതെ നിങ്ങൾ തന്നെ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് ഈ ഒരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പൊതുജനങ്ങളോട് പറയാനുള്ളത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക. ഇതൊന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ ആളുകളിലേക്ക് ഈ ചാനൽ എത്തുന്നതിനായി ഇത് ഷെയർ ചെയ്യുക.